അപ്പം ഞാൻ കുറച്ച് വാം വാട്ടർ എടുത്തേക്കാണ് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാണ്. പിന്നെ അതിലോട്ട് ഞാൻ ഈസ്റ്റും ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിലോട്ട് ഇനി 2 cups ഓഫ് ഫ്ലവർ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ്. എന്നിട്ട് നേരത്തെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ച ഈസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡോ പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലൂടെ നമുക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അങ്ങനത്തെ വല്ല ഓയിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇത് സോഫ്റ്റ് ഡോ ആക്കാം. ഇപ്പം എങ്ങാനും നിങ്ങളുടെ ഈ ഡോയിൽ വെള്ളം കൂടി പോയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്ലവർ ആഡ് ചെയ്ത് ശരിയാക്കാം. അപ്പോൾ നമ്മുടെ ഡോ റെഡിയായി. ദേ കണ്ടോ. ഇനി നമുക്ക് ബൗൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അത് ഫുള്ളും ആ പാത്രത്തിൽ ഒന്ന് സ്പ്രെഡ് ആക്കണം. ഈ ഡോ ഈ പാത്രത്തിലോട്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ മിക്സ് ചെയ്ത ബൗൾ തന്നെയാണ് എടുത്തേക്കണത്. എന്നിട്ട് ഈ ഡോ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ആ പാത്രത്തിലോട്ട് എടുത്തു വെക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് ഓയിൽ പരത്തി വെക്കാം. ഇനി ഇത് ടവൽ വെച്ച് മൂടി വെക്കുക. ഓർ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
എന്നിട്ട് ഈ ഡോ അറ്റ്ലീസ്റ്റ് 1 ഹവറിന് നമുക്കിത് റൈസ് ചെയ്യാൻ വെക്കാം. പിന്നെ അതിനുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പാനിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതിന് ഫസ്റ്റ് ഞാൻ ഒണിയനാണ് ഇടുന്നത്. ഒണിയൻ കുറച്ചൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒണിയൻ കുറേശ്ശെ ബ്രൗൺ ആയി, കുറേശ്ശെ ആയാൽ മതി കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ജിഞ്ചർ ആഡ് ചെയ്യാം, പിന്നെ ചില്ലീസ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഗാർലിക് ഇടാണ്. എന്നിട്ട് അതൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ കുറച്ച് ടൊമാറ്റോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ഈ പാത്രം മൂടി വെക്കാം. അപ്പോൾ ആ സ്റ്റീമിലിരുന്ന് അതെല്ലാം വന്നോളും. എന്നിട്ടൊരു 5 minutes ഒക്കെ വെച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എടുക്കുക, എന്നിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റെഡി ആയി കഴിയുമ്പോൾ അത് നമ്മൾ മിക്സിയിലോട്ടൊന്ന് ആക്കിയിട്ട് നമ്മൾ അത് ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്മൂത്ത് മിക്സ്ചർ കിട്ടി. ഇനി അത് നമ്മൾ വീണ്ടും പാനിലോട്ട് ആഡ് ചെയ്യാൻ പോകണം. ഞാൻ നേരത്തെ ഉപയോഗിച്ച പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്തു. എന്നിട്ട് അതിലോട്ട് ഈ പേസ്റ്റ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കടായി മസാല ആഡ് ചെയ്തു. പിന്നെ കുറച്ച് പെപ്പർ നിങ്ങളുടെ സ്പൈസിനെസ്സിൻ്റെ ആവശ്യത്തിനുള്ളത് മതി കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു. എന്നിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് 1 കപ്പ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് മൂടി വയ്ക്കാം. സോ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് തന്നെ ആയിക്കോളും, റെഡി ആയിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡോ റെഡിയായി. നല്ല ഫ്ലഫിയാണ്, അതിൻ്റെ അകത്ത് നിറച്ച് എയറൊക്കെ ആയിട്ട്. അപ്പം നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ ഡോ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് അത് പരത്താം നാൻ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ മീതിയിലോട്ട് നമുക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല.
എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗാർലിക്കും പിന്നെ കുറച്ച് കൊറിയൻഡർ ലീവ്സും ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അത് നല്ല സ്റ്റിക്കായിരുന്നുള്ളൂ. അപ്പോൾ ഈ ചൂടായിരിക്കുന്ന പാനിലോട്ട് ഈ നാനിൻ്റെ ഇത് റെഡിയായ നാൻ നമ്മൾ ഇടാണ്. എന്നിട്ട് അതൊന്ന് കുറേശ്ശെ ഒന്ന് ആവാൻ അലൗ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ചുറ്റും ബട്ടർ ഒന്ന് കുറേശ്ശെ തേച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ നമ്മുടെ നാൻ റെഡിയായി. നാൻ്റെ മീതെ കുറച്ചൊന്ന് ബട്ടർ തേച്ചെടുക്കുക. അതിൻ്റെ ടേസ്റ്റ് പൊളിയായിരിക്കും. പിന്നെ നമ്മുടെ പനീർ കടായിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഇത് നല്ല ചൂടായ പാനിൽ ബട്ടർ ഇടാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ബീൻസ് ആഡ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ അത് ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് പനീറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പനീർ കുറേശ്ശെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതങ്ങനെ റെഡിയായി. ഇത് പിന്നെ കറി നല്ലോണം ഇതെല്ലാം വെന്ത് കുറേശ്ശെ ബോയിൽ ആകുമ്പോൾ അത് റെഡി ആയിന്നാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ പനീറും ബീൻസും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. പിന്നെ ഈ വൈറ്റ് സോസ് നമുക്ക് കറിയുടെ മീതെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.